ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു ഐസ്ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. മലപ്പുറം താത്താൻ്റെ ഐസ്ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കണ്ട്. അപ്പോൾ താത്ത നമ്മളോടൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞിരിക്കണല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ ഞാനൊരു ബൗൾ എടുത്തിക്കണ് കലക്കാൻ വേണ്ടി. പിന്നെ 3 സ്പൂണ് അരിപ്പൊടി എടുത്തിക്കണ്, റോസ് കളറിലുള്ള ഫുഡ് കളർ എടുത്തിക്കണ്, വാനില സെൻസ് എടുത്തിക്കണ്, മിൽക്ക് മേഡും. പിന്നെ ആ ഗ്ലാസ്സിലാണ് കേട്ടോ ഞാൻ പാലൊക്കെ അളക്കാൻ നിൽക്കണത്. അപ്പോൾ അതാ ഞാൻ അരിപ്പൊടി ഒരു പാത്രത്തേക്ക് ഇട്ടെടുത്തിക്കണ്. എന്നിട്ട് കുറച്ച് പാല് പാരുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് പാരുന്നില്ല. ഫസ്റ്റ് കുറച്ച് പാർന്നിട്ട് അത് കട്ടൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയതിൻ്റെ ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. കട്ടൊക്കെ നന്നായിട്ട് ഒടിഞ്ഞ് കിട്ടണ വരെ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. കുറേ പാർന്നാൽ കട്ട പെട്ടെന്ന് ഒടിഞ്ഞ് കിട്ടില്ല. അതാണ് കുറേ പാരണ്ട, കുറച്ച് പാർന്നാണ്ട് ഉടച്ചെടുത്താൽ മതി എന്ന് പറയാനുള്ള കാരണം. വാക്കുകളൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് പോവുകയാണ്. എന്താണ് പറയണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. ഫസ്റ്റ് അല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പിഴവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഞാൻ എന്നിട്ട് ഫുള്ള് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ഗ്ലാസ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം പിന്നെ 1/2 ഗ്ലാസ് പാലും കൂടി എടുത്തുകൊണ്ട് അതിലേക്ക് പാർന്ന് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ച്. അപ്പോൾ ഞാൻ ടേബിൾ മേൽ കുറച്ച് പാലൊക്കെ ചിന്തീനി. അപ്പം ഞാനതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. എന്നിട്ട് ഇതൊരു പാൻ എടുത്തുകൊണ്ട് അടുപ്പത്ത് വെക്കുകയാണ്. പാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അടി പിടിച്ചാത്ത പാത്രം ആവണമെന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഐസ്ക്രീമിന് ഉണ്ടാക്കാൻ വെച്ചിന് കൂട്ടുണ്ടല്ലോ, നമ്മളിപ്പോൾ കലക്കി വെച്ച കൂട്ട്, അത് ഞാൻ അയക്കാണ്ട് പാർന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അതാ പിന്നെയും ചിന്തി പാല്. നേരത്തെ ടേബിൾ മേലേന് ചിന്തിക്കുന്നത്, ഇപ്പോൾ അതാ ഇതുമേലും ചിന്തി. എന്താണ് ഞാൻ പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും ഒരു പണിയെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ അതാ ഞാനതൊന്ന് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചിന്തിക്കണം, നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ ഇടയിൽ കൂടെ ഒക്കെ എടുത്തുകൊണ്ട് ഞാനിങ്ങനെ ശരിയാക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ കഴിയണില്ല. ഞാനത് അവിടെ തന്നെ വെച്ച് പിന്നെ ശരിയാക്കാമെന്ന് വിചാരിച്ച്, വെറുതെ സമയം കളയണ്ടല്ലോ. അപ്പോൾ അതാ തീ ഞാൻ നല്ലോണം കൂട്ടി വെച്ചിക്കണ്. അത് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം എന്ന് പറയാൻ കാരണം അടിയിൽ പിടിച്ച് നമ്മൾ ഇളക്കി കൊടുക്കണതിൻ്റെ അടിയിൽ വേറെയുള്ള പണിക്കൊന്നും പോവരുത് കേട്ടോ. അത് വാങ്ങി വെച്ചതിൻ്റെ ശേഷം നമ്മൾ വേറെ പണിക്കൊക്കെ പോയാൽ മതിയേ. അപ്പോൾ അതാ ഞാൻ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. തീ കൂട്ടി വെച്ചാണ്ട് കേട്ടോ.
നല്ലോണം മുറുകി വന്നിക്കണം കേട്ടോ. അപ്പം ഞാനൊരു കാര്യം മറന്നു. എന്താണെന്നോ, പഞ്ചസാര ഇടാൻ മറന്നു. അല്ലോ, നിങ്ങൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ പാനക്ക് പാർന്നില്ലേ, കൂട്ടൊക്കെ നമ്മൾ പാർന്നല്ലോ ഫസ്റ്റ്. അപ്പോൾ നിങ്ങളിതാ കുറച്ച് പഞ്ചസാര ഇട്ടെടുത്താണ്ട് കേട്ടോ. ഞാൻ മറന്നതാണ് സത്യത്തിൽ, എനിക്ക് ഓർമ്മ തന്നെ ഇല്ലേനു. ഞാൻ 3 കൈയിലോളൊക്കെ ഇട്ടിക്കണം കേട്ടോ. ഐസ്ക്രീമിന് നല്ല മധുരമൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിരിക്കണം തണുക്കാനേ. നല്ലോണം തണുത്തതിൻ്റെ ശേഷമാണ് ഞാൻ മിക്സിക്ക് ഇടണം കേട്ടോ. തണുക്കാതെ നിങ്ങൾ ഒരിക്കലും മിക്സിക്ക് ഇടരുത്. നല്ലോണം തണുത്തതിൻ്റെ ശേഷം മിക്സിക്ക് ഇട്ടിട്ട് 1 സ്പൂണ് വാനില എസൻസ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് സ്ട്രോബെറി എസൻസോ പിസ്തയോ എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ റോസ് ഫുഡ് കളർ എടുത്തുക്കണ്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഏതെങ്കിലും കളർ യൂസ് ചെയ്യാം. ഞാൻ റോസ് ഫുഡ് കളർ എടുത്ത് നല്ലോണം ഇങ്ങനെ ഉറ്റിച്ചെടുക്കാൻ വേണ്ടി നോക്കി, പക്ഷേ എത്രയായിട്ട് ഉറ്റണില്ല. അത് ഞാൻ നല്ലോണം മുകൾക്ക് പൊന്തിച്ചു കൊടുത്തുകാണ്ടേ നല്ല 2 ഞെക്കലൊക്കെ നിൽക്കിയപ്പോഴാണ് 2 തുള്ളിയായി കുറ്റിയത്. പിന്നെ 3 സ്പൂണോളം നമ്മളെ മിൽക്ക് മെയ്ഡും ഒഴിച്ചെടുത്തേക്കണം കേട്ടോ. 3 4 സ്പൂണൊക്കെ എടുക്കട്ടോ. എനിക്ക് പിന്നെ അങ്ങനെ മധുരത്തിനോട് നല്ല താല്പര്യമൊന്നുമില്ല. അപ്പം ഞാൻ 3 സ്പൂണേ എടുത്തിട്ടുള്ളൂ. നമ്മൾ മിക്സിയിലിട്ടുകാണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. കുറേ നേരം ഒന്നും അടിച്ചണ്ട കേട്ടോ. കുറേ നേരം അടിച്ചുകാണ്ടേ ഉള്ളതുകൊണ്ട് കൊളാക്കണ്ട. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളൂ. എന്നിട്ടൊരു എൻ്റെ അടുത്തൊരു ഐസ്ക്രീമിൻ്റെ പാത്രം ഉണ്ടേനി, അതിക്ക് ഞാൻ ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. ഒഴിച്ചെടുത്തതിന് ശേഷം ഒരു 8 മണിക്കൂറാണ് നമ്മൾ മലപ്പുറം താത്ത പറഞ്ഞത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് 9 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിരിക്കണം കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുകയല്ല, അപ്പോൾ ശരിയാവോ ഇല്ലേ എന്നൊക്കെയുള്ള അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ അത് കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ടേനി. അപ്പോൾ ഞാനതൊക്കെ മോറി വൃത്തിയാക്കി അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്ത്. അപ്പോൾ നമ്മൾ അതായിക്കണം കേട്ടോ. അതാ നമ്മളെ ഫ്രീസറിൽ 9 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ഞാനെടുത്ത്. അപ്പോൾ നന്നായിട്ട് കിട്ടിയിരിക്കണം. ഇതൊക്കെ നല്ലപോലെ എടുക്കാനൊന്നും കഴിയണില്ല, എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിന് കേട്ടോ. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ എടുത്ത്. ഒന്നാമത് എക്സ്പേർട്ടല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ എടുക്കാനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലെടുത്ത് കാണ്ട് സെർവ് ചെയ്താണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ അസ്സലാമു അലൈക്കും.